ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രതികരണവും ഇല്ലെങ്കിൽ ഒരു പ്രമേയവും ഇനി കേരള നിയമസഭയിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതിനെതിരെ അത് ഐകകണ്ഠമായിട്ട് അതെ. പാസ്സാകുകയില്ല. അപ്പോൾ നിശ്ചിതമായ വിമർശനം ഉന്നയിക്കാൻ, ഇന്ത്യ വിരുദ്ധതയെ തകർക്കാൻ, ദേശവിരുദ്ധതയെ തകർക്കാൻ 3 ഗംഭീര ശക്തികൾ കേരളത്തിലെ നിയമസഭയിൽ തിരുവനന്തപുരത്തിൻ്റെ ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമല്ലേ ഇത്? പ്രിയൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാം UDF ആണെങ്കിലും LDF ആണെങ്കിലും ഇന്ത്യ മുന്നണിയുടെ ഭാഗങ്ങളാണ്. കേരളത്തിൽ മാത്രമേ പരസ്യമായിട്ട് അവർ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനായിട്ടൊരു അങ്ങോട്ടും ഇങ്ങോട്ടും എതിർചേരിയാണെന്ന് കാണിക്കുന്നുള്ളൂ. ഏകകണ്ഠമായിട്ടാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഓരോ പദ്ധതിയും തുരങ്കം വയ്ക്കാനും അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കൈവക്കും. നമ്മളുടെ CAA ബില്ല് വന്നപ്പോൾ പോലും രണ്ടുപേരും ഒന്ന് ചേർന്ന് 100% എതിർത്ത് തന്നെയാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ 3 കൈകൾ ഒരേപോലെ പോകും. നല്ല ശക്തമായ കൈകളല്ലേ. ഒന്നാമത് രാജീവ് ചന്ദ്രശേഖർജി BJPയുടെ പ്രസിഡൻ്റാണ്, സംസ്ഥാന പ്രസിഡൻ്റാണ്. അദ്ദേഹം 2 വട്ടം MP ആയിരുന്നു, രാജ്യസഭ MP ആയിരുന്നു, സഹമന്ത്രിയായിരുന്നു കേന്ദ്ര സർക്കാരിൽ. മുരളീധരനാണെങ്കിൽ വർഷങ്ങളായിട്ട് ABVPയിൽ കൂടെ പ്രവർത്തിച്ച് വന്ന് മന്ത്രിയായി, രാജ്യസഭ MP ആയി. അങ്ങനെയുള്ള അദ്ദേഹമുണ്ട്. പിന്നെ ഗോപകുമാർജി ബിഗ് ബ്രദർ എന്നാണ് എല്ലാവരും പറയുന്നത് അല്ലേ. ആ ഒരു ബിഗ് ബ്രദറിൻ്റെ എല്ലാ ആർജവും സ്നേഹവും നാട്ടുകാരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു കഴിവുമെല്ലാം അദ്ദേഹത്തിൻ്റെ. 3 ഉറച്ച ശബ്ദങ്ങൾ. അങ്ങോട്ടും ഇങ്ങോട്ടും പതറി നോക്കണ്ട, ആരുടെയും മുഖം നോക്കണ്ട. പാർട്ടിയുടെ പ്രസിഡന്റ് തന്നെയാണ് നടുക്കിരുന്നുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തിരിക്കുന്ന മുരളിയേട്ടനെയും ഗോപകുമാർജിയും ചേർത്ത് പിടിച്ച് ഒരൊറ്റ കൈ പൊങ്ങിയാൽ മതി, മറ്റു 2 കൈയും ഒരുമിച്ച് പൊങ്ങും. അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം. ഞാനിപ്പോൾ കോർപ്പറേഷൻ കൗൺസിൽ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പാർലമെൻ്ററി പാർട്ടി നേതാവായിരുന്നു സുധാ ദിലീപ് എന്ന് പറഞ്ഞ കൗൺസിലർ. ചേച്ചി പറയുന്ന അതുപോലെ ബാക്കി ഞങ്ങൾ 5 പേരും പ്രവർത്തിക്കും. ഒരു പ്രമേയം പോലും CPM കൊണ്ടുവരുന്ന ഏത് പ്രമേയമാണെങ്കിൽ പോലും വിയോജിക്കേണ്ട സ്ഥലത്ത് ശക്തമായി ഞങ്ങൾ വിയോജിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഏകകണ്ഠമായി പാസ്സായി എന്ന് പറയാൻ പറ്റില്ല. അതിന് അതിൻ്റേതായ ഒരു മെറിറ്റ് ഉണ്ട്. ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ കൃത്യമായും സത്യസന്ധമായുമാണ് കാര്യങ്ങൾ പറയുന്നത് എന്ന് ജനങ്ങൾക്ക് തോന്നാം. എന്തൊരു നല്ല കാര്യം. ഇന്ന് രാവിലെ TV തുറന്നപ്പോൾ കാണുന്നത് ഇവർ 3 പേരും ചേർന്ന് നിരന്ന് നിന്നിട്ട് ധാരാളം പ്രവർത്തകരുടെ വലിയ വലിയ നേതാക്കൾ, കൃഷ്ണദാസ് ചേട്ടനെ പോലുള്ള നേതാക്കളും കൂടെയുണ്ട്, കരമന ജയനുണ്ട്, അവിടുത്തെ ഡിസ്ട്രിക്ട് പ്രസിഡന്റ്, എല്ലാവരും കൂടെ ചേർന്ന് പോവുകയാണ്. ആനയിച്ച് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ പോലെ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുവാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവർ അസംബ്ലി ഇതിലേക്ക്. അതിനിടയ്ക്ക് ഇന്നലെ സുധാകരൻജി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കണ്ടല്ലോ. അദ്ദേഹം ഒരു വിടുവായി പറയുകയും ചെയ്തു, മന്ത്രിയാവണമെന്ന് പറഞ്ഞാൽ ആവുമെന്ന് പറയുകയും ചെയ്തു. ഇനി ഇപ്പോൾ നമ്മൾ കണ്ടു TK ഗോവിന്ദൻ വന്ന് പിണറായിക്ക് ഹസ്തദാനം ചെയ്തിട്ടൊക്കെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ മര്യാദ. പക്ഷേ പറഞ്ഞു വരുന്നത്, നമ്മൾക്കും ആദ്യമായിട്ട് പ്രിയനൊന്ന് ആലോചിച്ച് നോക്കണം, സ്പീക്കർ കാൻഡിഡേറ്റ്. നേരത്തെ നമുക്ക് രാജഗോപാൽജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം തന്നെ നോമിനേറ്റ് ചെയ്ത് അദ്ദേഹത്തിന് തന്നെ കൈപൊക്കാൻ പറ്റില്ലല്ലോ. 3 പേരുണ്ടായ സാഹചര്യത്തിൽ നമ്മൾക്ക് ആദ്യമായിട്ട് കേരള നിയമസഭയിൽ ഒരു സ്പീക്കർ സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു. ഞാനാവാമെന്ന് രാജീവ്ജി പറഞ്ഞില്ല, ഞാനാവാമെന്ന് മുരളിച്ചേട്ടൻ പറഞ്ഞില്ല. ജയിക്കില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഞാനാണ് ആദ്യമായി മത്സരിച്ചേക്കുന്നുള്ള ചരിത്രരേഖകളിൽ പോകുന്നൊരു കാര്യമാണ്. അവർ 2 പേരും പറഞ്ഞില്ല. അവരുടെ ബിഗ് ബ്രദർ ഗോപകുമാർജി ആവട്ടെ എന്ന് ഏകകണ്ഠമായിട്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി നയിക്കുന്ന BJP കേരള ഘടകത്തിൻ്റെ മുതിർന്ന നേതാക്കൾ തീരുമാനിക്കുകയാണ് ചെയ്തത്. അതാണ് ഈ പാർട്ടിയുടെ മഹനീയത. വളരെ സന്തോഷവും അഭിമാനവും തോന്നി. അതുപോലെ ആദ്യമായിട്ട് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് ആക്കുന്നത്. ഗോപകുമാർജിയാണ് ആദ്യമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുക അല്ലേ. അപ്പോൾ അതിൻ്റേതൊക്കെ ആയൊരു നമ്മുടെ പാർട്ടി മുന്നോട്ടൊരു ആകാശം പോലെ കേരളത്തിൽ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയൻ, ഞാൻ ഡൽഹിയിലായിരുന്നു കുറച്ച് ദിവസം. ഒരു പരിചയമില്ലാത്ത ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയിൽ ചെന്നാൽ നമുക്ക് അദ്ദേഹത്തിന് ശരിക്കും പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പോലും അറിയില്ല. കേരളത്തിൽ നിന്നാണ് എൻ്റെ ലെറ്റർ ഹെഡിലുണ്ടല്ലോ, കേരള BJP സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ എന്നുണ്ടല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് ആപ് കേരള സേ ഹേ, ആപ് കൈസെ ഉധർ രഹതാ ഹൈ, ഹം ഉധർ ആക്കർ ആപ്കാ സമാൽ കരേങ്കെ എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര അവരുടെയൊക്കെ വിചാരം കേരളം ഒരു കാശ്മീർ ആയിക്കഴിഞ്ഞു എന്നാണ് അവർ വിചാരിക്കുന്നത്. നമ്മൾ ഭായ് ഐസ മത് ബോൾനാ ഹേ, ഉധർ ഹംകോ കോയി തക്ലീഫ് നഹി. ഇതുവരെ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. मैंने
പഠാ കി ആപ്കോ 3 MLA ഉദർ ബൻ ഗയ. എൻ്റെ പ്രിയൻ, എനിക്ക് ആ ഡൽഹി യാത്രയിൽ ഞാൻ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ്റെ ഒരു മീറ്റിങ്ങുമായി ബന്ധപ്പെട്ടാണ് പോയത്. കൈ കൊടുത്ത് ഞാൻ എക്സൈറ്റ്മെൻറ്റ് എനിക്ക് സഹിക്കാൻ പറ്റേ. കാണുന്ന ആൾക്കാർ, ഹോട്ടലിൽ താമസിക്കുന്ന ആൾക്കാർ പോലും കേരളത്തിൽ നിന്നാണ് ഇങ്ങനെ BJP അങ്ങനെ അറിയുമ്പോഴേക്കും തന്നെ ഐ ദീദിജി നമസ്കാരം, ശുക്രിയ, ധന്യവാദ് എന്നൊക്കെ പറഞ്ഞ് എന്നോട് വരെ നന്ദി പറയുന്നു. ആ ഒരു എക്സൈറ്റ്മെൻറ്റ്. അതുപോലെ തിരുവനന്തപുരം നഗരസഭ നമ്മൾ പിടിച്ചടക്കിയ സമയത്തും ഞാനൊരു യാത്രയിലായിരുന്നു. അന്ന് വഡോദര, അഹമ്മദാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ എല്ലാവരും ഞങ്ങൾ ഇങ്ങനെയാണ് തുടങ്ങിയത്. അഹമ്മദാബാദ് കോർപ്പറേഷൻ പിടിച്ചെടുത്ത്, അവിടെ നിന്നാണ് ഞങ്ങൾ ഗുജറാത്ത് പിടിച്ചെടുത്ത്. ഇനി ഒരു സംശയവും വേണ്ട, നിങ്ങൾ കേരള നിയമസഭ പിടിക്കും എന്ന് പറഞ്ഞായിരുന്നു അന്നത്തെ അഭിവാദ്യങ്ങൾ മുഴുവൻ. ഇന്ന് നമ്മൾ 3 പേര്, ശരിക്കും പ്രിയൻ, നമ്മൾ എത്ര പേര് ജയിക്കേണ്ടതാണ്. ആ ഇന്ത്യ മുന്നണി സഖ്യം ഒരൊറ്റ ആൾക്കാരാണ് നമ്മളെ പിടിച്ച് താഴത്തേക്ക് വലിച്ചിട്ടത്, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ഒരു 20 എണ്ണമെങ്കിലും ജയിക്കേണ്ടതാണ്. നമുക്കത് കണ്ടാൽ അറിയാം, വോട്ടിൻ്റെ അനാലിസിസ് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. 60,000-ലേറെ വോട്ടാണ് കെ സുരേന്ദ്രൻ നേടിയതെന്നുള്ളത്. 60,000-ലേറെ വോട്ട് നേടിയിട്ട് ജയിക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നടന്നിരിക്കുന്ന അട്ടിമറി എന്താണെന്ന് മനസ്സിലാവും. അട്ടിമറി തന്നെയാണ്. യാതൊരു കാരണവശാലും BJPയുടെ NDAയുടെ ശബ്ദം പുറത്ത് കേൾക്കരുതെന്ന് വരുത്തുവാൻ വേണ്ടി ഞങ്ങൾ തോറ്റാലും, മലയാളത്തിൽ വലിയൊരു ചൊല്ലുണ്ട്, മകൻ മരിച്ചാലും മരുമകളെ വിധവയായി കണ്ടാൽ മതിയെന്ന്. അതുപോലെ CPM തന്നെ പറയണം, CPM ഞങ്ങൾ തോറ്റാലും വേണ്ടില്ല, BJP അധികാരത്തിൽ വരരുത് എന്ന് വിചാരിച്ച് നടത്തിയ ഒരു പിൻവാതിൽ കൂടെ അവർ കളിച്ച കളിയാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും, അല്ലേ? കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുറത്ത് ഇന്ത്യ മുന്നണിയാണ്. കോൺഗ്രസ് ജയിച്ചാൽ അവർക്കൊന്നും ഇപ്പോൾ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ 2 പേരും, ഒരാൾ മന്ത്രിസഭയിൽ ചേരാമെന്ന് പറഞ്ഞു കോൺഗ്രസ്, CPM പുറത്തു നിന്ന് സപ്പോർട്ട് കൊടുക്കുന്നു, സെയിം തന്നെയല്ലേ? അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൊതുശത്രു എന്ന് പറയുന്നത് BJP ആണ്. പക്ഷെ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി വരും. ഇനി ഞങ്ങൾ നടത്താൻ പോകുന്നത്, BJP നടത്താൻ പോകുന്നത് ജനനന്മ. ഏതൊക്കെ കാര്യങ്ങൾ CPM ഒളിപ്പിച്ചു വെച്ചു, അത് ഏതൊക്കെ ഇവർ തുറക്കും, കോൺഗ്രസ് VD സതീശൻ മുഖ്യമന്ത്രി തുറക്കുമെന്ന് നോക്കട്ടെ. 100 ദിവസം നമ്മൾ എന്തായാലും കൊടുക്കണം, ഒരു 3 മാസം, ഒരു മധുബുധു കാലാവധി എന്ന് പറയുമല്ലോ. അത് കഴിഞ്ഞ് അവർ ഏതൊക്കെ തുറക്കും നോക്കട്ടെ. അത് കഴിഞ്ഞിട്ടാണ് ജനങ്ങളുടെ ശബ്ദമായിട്ട് BJP വരാൻ പോകുന്നു. ഇപ്പം നിയമസഭയ്ക്കുള്ളിൽ തന്നെ ശക്തമായ 3 ശബ്ദങ്ങളുണ്ട്. ആ ശബ്ദം കേരളം മുഴുവൻ മാറ്റിക്കൊള്ളും. എന്ത് പ്രശ്നങ്ങൾ നിങ്ങളുടെ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നുണ്ട്, കോൺഗ്രസ് ഇപ്പോൾ ഭരിക്കുന്നു, കമ്മ്യൂണിസ്റ്റുകാർ 10 വർഷം ഭരിച്ചു, എന്തൊക്കെ നിങ്ങൾക്ക് നേടാൻ പറ്റിയില്ല, അർഹതപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോഴും തിരശ്ശീലയ്ക്കുള്ളിൽ ഇരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ഒരു വാക്ക് ഞങ്ങളെ അറിയിക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ MLA-മാരെ അറിയിക്കുക. തീർച്ചയായും അത് സഭയിൽ മുഴങ്ങിയിരിക്കും. നിങ്ങളുടെ ശബ്ദമായിട്ട് ഞങ്ങളുണ്ട്. അത് മാത്രമല്ല, BJP ഈ പറയുന്ന പോലെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും ക്ഷേമത്തിന് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്ന മാത്രമല്ല, ഞാനിവിടെ ഏറ്റവും പ്രധാനമായിട്ട് കേട്ടത് 370 ആർട്ടിക്കിൾ 370 കാശ്മീരിൻ്റെ റദ്ദാക്കിയപ്പോൾ, CAA കൊണ്ടുവന്നപ്പോൾ, അതുപോലെ തന്നെ ഈ പറയുന്ന പല കാര്യങ്ങളും, ഈ രാമജന്മഭൂമി ആർട്ടിക്കിൾ 310 എന്തായാലും വിഡ്രോ ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് നമ്മൾ ഹിന്ദുക്കൾക്ക് ഏറ്റവും മോശമായിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് 310 എന്ന് പറയുന്നത്. അത് വിഡ്രോ ചെയ്യാനുള്ള കാര്യങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യൂണിഫോം സിവിൽ കോഡ് ഇനി വരാനിരിക്കുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ പോലും അതിനെ പോലും കേരളം എതിർത്തേക്കും. പക്ഷേ അത് പോലും ഈ ഐകകണ്ഠേന പാസ്സാക്കുന്ന പരിപാടി ഇനി ഉണ്ടാവില്ല. എന്തുകൊണ്ട് യൂണിഫോം സിവിൽ കോഡ് പറ്റില്ല എന്ന് പറഞ്ഞു? നമ്മൾ സെക്യുലറാണ്, എന്ത് പറഞ്ഞാലും നമ്മൾ സെക്യുലറാണെന്ന് പറഞ്ഞു. സെക്യുലറായ ഒരു രാജ്യത്ത് യൂണിഫോമായിട്ട് നമ്മൾ ജീവിക്കണ്ടേ? യൂണിഫോം നമ്മൾ എന്തിനു സ്കൂളിൽ പോകുമ്പോൾ യൂണിഫോം ഇടുന്നത്? അത് എല്ലാ കുട്ടികളും ഒരേപോലെയാണെന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഇവരുടെ മതപ്രകാരം ഇങ്ങനെ, എന്താണ് മിറ്റരുടെ മതപ്രകാരം ഇങ്ങനെ, പിന്നെ ആർക്കും തലയിൽ കയറി ശിവതാണ്ഡവം ആടുവാനായിട്ട് സനാതന ധർമ്മികളും, അല്ലേ? അത് പറ്റില്ല. നമ്മളുടെ ഇന്ത്യ മഹാരാജ്യം സെക്യുലറാണെന്ന് ആയിരിക്കണം എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നതിനെ എന്തിന് എതിർക്കുന്നു? നമുക്കൊരു രാജ്യത്ത് വിവിധ തരത്തിലുള്ള നിയമങ്ങൾ പറ്റില്ല. അപ്പോൾ അതായത് നമുക്കൊരു ജഡ്ജിനെ പോലും പറ്റില്ല, ഇന്ന ആൾക്കാർക്ക് വേണ്ടി ഇന്ന ജഡ്ജ്, ഇന്ന മതസ്ഥർക്ക് വേണ്ടി ഇന്ന ജഡ്ജ്, കാരണം അവരുടെ നിയമങ്ങളൊക്കെ പഠിച്ചു വരണ്ടേ. അത് നമുക്ക് പറ്റില്ല പ്രിയൻ. യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നേ ആകുള്ളൂ. നമ്മൾ ഭാരതീയനാണ്, ഇന്ത്യൻ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്തിരിക്കണം. പ്രിയൻ, ഇന്ന് രാവിലെ എനിക്കൊരു വന്ന ഫോൺ കോളാണ്, പെരുമ്പാവൂരിൽ നിന്നാണ് വന്ന കോള്. അദ്ദേഹത്തിൻ്റെ മകൻ കാനഡയിൽ 18 വയസ്സായപ്പോൾ പോയതാണ്, ഇപ്പോൾ 25 വയസ്സുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ ഓരോരുത്തരും അതും ഇതൊക്കെ പറഞ്ഞ കേട്ടല്ലോ. അപ്പം അദ്ദേഹം പറഞ്ഞു, ആ കുട്ടി പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടൊരു ഇന്ത്യക്കാരനാണ്, രാഷ്ട്രീയമല്ല എനിക്ക് അത്യാവശ്യം,
രാഷ്ട്രമാണ് എനിക്ക് അത്യാവശ്യം. അതുകൊണ്ട് ഞാൻ മോഡി സർക്കാരിനൊപ്പമാണ്. പറയുന്നത് ന്യൂനമതത്തിൽ അങ്ങനെയൊന്നും പറയാൻ പാടില്ല പ്രിയൻ, ബട്ട് പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ സെക്യുലർ ഇന്ത്യയാണ്, ഞാനൊരു സെക്യുലർ മൈൻഡുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എന്താണ്, എൻ്റെ മകൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി, പൊന്നു മോനെ എന്ന് പറഞ്ഞ് ഞാൻ കെട്ടിപ്പിടിച്ചു എന്ന്. ഇത്രയും കൊല്ലമായിട്ട് 7 വർഷമായിട്ട് കാനഡയിൽ താമസിക്കുന്ന മകൻ ലീവിന് നാട്ടിൽ വന്നപ്പോൾ പറയാൻ രാഷ്ട്രീയമല്ല, ഇലക്ഷൻ്റെ സമയമായിരുന്നു തോന്നുന്നു, അദ്ദേഹത്തിന് വോട്ടില്ല, രാഷ്ട്രീയമല്ല അച്ഛാ വലുത്, നമുക്ക് രാഷ്ട്രമാണ് വലുത്. ആ രാഷ്ട്രത്തിൽ നിലനിൽക്കണമെങ്കിൽ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ തന്നെ വീണ്ടും വീണ്ടും അധികാരത്തിൽ വരണമെന്ന് കാനഡയിൽ നിന്ന് മകൻ വന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന് സമയം കിട്ടുമ്പോൾ നമ്പർ കണ്ടുപിടിച്ച് എന്നെ വിളിച്ചിട്ട് കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യണം, ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിൽക്കാൻ എന്ത് ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്യണം. അദ്ദേഹം വേറൊരു കക്ഷിയിൽ വിശ്വസിക്കുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോലും ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിരുന്നു. അവരൊക്കെ പറഞ്ഞ് 3 കൊല്ലം ഉണ്ട് കേട്ടോ, ഇപ്പോൾ നമുക്കെന്നായി, നമുക്കിപ്പോൾ ഒരു സീറ്റല്ലേ ഉള്ളൂ MP ആയിട്ട്, അതിനെ നമുക്കൊരു 5എങ്കിലും ആക്കണം കേട്ടോ, ഇതാണ് എൻ്റെ നമ്പർ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കും, ഞാൻ ഇന്ന പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളാണ്, പക്ഷേ എൻ്റെ മകൻ എൻ്റെ കണ്ണു തുറപ്പിച്ചു. അപ്പോൾ പ്രിയ, ഈ 3 പേരുടെ ശബ്ദം ഉറച്ചതായിരിക്കും, അവരെടുക്കുന്ന തീരുമാനങ്ങൾ ജനനന്മയ്ക്കുള്ളതായിരിക്കും. ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ കൂടെ ഈ CPM-ൻ്റെ 10 കൊല്ലത്തെ ഭരണത്തിലും അതിനു മുമ്പുള്ള കോൺഗ്രസിൻ്റെ ഭരണകാലത്തും ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭരണകാലത്തും അല്ലെങ്കിൽ വരാൻ പോകുന്ന ശ്രീ സതീശൻ മുഖ്യമന്ത്രിയുടെ കാലത്തും ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിൽ ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് BJP ഉണ്ടായിരിക്കും. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. എന്ത് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ ഉണ്ടെങ്കിലും നിങ്ങൾ നോക്കണ്ട, ഏത് പാർട്ടിയാണ് നോക്കണ്ട, ഏത് മതമാണെന്ന് നോക്കണ്ട. സെക്യുലർ ഇന്ത്യ ഭരിക്കുന്നത് NDA മുന്നണിയാണെങ്കിൽ ഞങ്ങളവിടെ പോകുന്ന എല്ലാ മീറ്റിങ്ങിലും പറയുന്നുണ്ട്, യു ബി ദ വോയിസ് ഓഫ് ദ വോയിസ്ലെസ്, ലെറ്റസ് നോ, ഞങ്ങളെ അറിയിക്കൂ, എന്താണ് പ്രശ്നങ്ങളെന്ന് ഞങ്ങളെ അറിയിക്കൂ. അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. രാജീവ് ജി അവിടെയുണ്ട്, മുരളിയേട്ടൻ അവിടെയുണ്ട്, നമ്മുടെ ബിഗ് ബ്രദർ ഗോപകുമാർജിയുണ്ട്.